ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും ക്യാരറ്റും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇതുപോലുള്ള 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഫുള്ളായിട്ടും ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, എന്നാൽ അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുള്ള ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ഇതിലേക്ക് പാല് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 1/3 കപ്പാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരം നെയ്യോ ബട്ടറോ വേണമെങ്കിലും മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ ഒരു 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതിയാകും. കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അരച്ചെടുത്തപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇത് അടിച്ചെടുത്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതും കൂടെ കുറച്ച് വിധം നോക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം നേരത്തെ ക്യാരറ്റ് അരച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ താഴെ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീരിന് പകരം നിങ്ങളുടെ കയ്യിൽ വിനീഗറാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പലഹാരത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ ബൗളുകളിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റീൽ പ്ലേറ്റാണ് ഉള്ളതെങ്കിൽ അതിൽ റെഡിയാക്കി എടുത്താലും മതിയാകും. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഓയിലാണ് ബ്രഷ് ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗത്തും ബൗളിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. എല്ലാ ബൗളിലും ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ
ബൗളിൻ്റെ 1/4 ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാ ബൗളിലും ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിവിടെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോരോ ബൗളായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ പലഹാരമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിവിടെ ക്ലീനായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൽ നിന്നും മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ബൗളിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. ഞാനൊരു സ്പാച്ചില കൊണ്ടൊന്ന് സൈഡെല്ലാം ഒന്ന് വിടികിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ കയ്യിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും. ഈസി ആയിട്ട് തന്നെ ആ ബൗളിൽ നിന്നും ഇളകിപ്പോരും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ബൗളിൽ നിന്നും മാറ്റിയെടുക്കാം. എല്ലാം ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്